Good morning, ma'am. Good morning, ma'am. Good morning, ma'am. നമ്മുടെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയില്ലല്ലോ, കഴിഞ്ഞില്ലല്ലോ, കുറച്ച് ഭാഗം കൂടി ഇല്ലേ? എവിടെ വരെയാ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് പറഞ്ഞില്ലായിരുന്നോ? ലാസ്റ്റ് പോർഷനോ? റിക്കവറി റൂം എടുക്കണം. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു അല്ലെ? ഓക്കെ, റിക്കവറി റൂം തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. Administration must involve standard policy for protection of patients in operation theatre. അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട നമ്മുടെ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് പോളിസികളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ആദ്യം ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടവ എന്താ പറഞ്ഞു? നമ്മള് മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ പറഞ്ഞു അല്ലെ. പേഷ്യൻസ് അല്ലെങ്കിൽ രോഗികളെ ഐഡന്റിഫൈ ചെയ്യുകയും എന്താണ് തിരിച്ചറിയാനുള്ള ഒരു രീതികൾ ഉണ്ടായിരിക്കണം അല്ലെ. ഇതിന് കുറെ എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു ആണല്ലോ. അതിന് എക്സ്ട്രാ പറയേണ്ട കാര്യമുണ്ടോ? പേഷ്യൻസിന്റെ ഐഡന്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പല രീതികളിലൂടെ പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യുക അല്ലെ. അവിടെ പേഷ്യൻസ് മാറിപ്പോവരുത്. ഇതൊരു സർജറി ആണെങ്കിലും അല്ലെങ്കിൽ പ്രൊസീജിയർ ആണെങ്കിലും ഒത്തിരി പേഷ്യൻസ് നമ്മളവിടെ റൂമിൽ ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായ ഓരോ പേഷ്യൻസിനെയും എന്ത് ചെയ്യണം? കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായ പ്രൊസീജിയേഴ്സ് ആയിരിക്കാം ചെയ്തു കൊടുക്കേണ്ടത്. അതിനനുസരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുന്ന ഓരോ പേഷ്യൻസിനെയും തിരിച്ചറിയാനുള്ള പല രീതികൾ കൊണ്ടുവരിക. രണ്ടാമത്തത് റിസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ് അല്ലെ. പേഷ്യൻസിന്റെ ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ നിയന്ത്രണത്തിലായിരിക്കണം, നിയന്ത്രിച്ചുകൊണ്ടായിരിക്കണം. അതായത് അനാവശ്യമായിട്ട് പേഷ്യൻസിനെ ഇങ്ങോട്ട് കടത്തിവിടാനോ കൊണ്ടുപോകാനോ ഒന്നും പാടില്ല. വളരെ നിയന്ത്രണത്തിലായിരിക്കണം അവരുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ വൈൽ ടേണിംഗ് ഓർ ട്രാൻസ്ഫറിംഗ്. ഈ പേഷ്യൻസിനെ ചിലപ്പോൾ നമ്മൾ ചരിച്ചു കിടത്താം അല്ലെ, അല്ലെങ്കിൽ തിരിക്കുകയോ കാര്യങ്ങളോ ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ചരിച്ചു കിടത്തുകയോ അല്ലെങ്കിൽ തിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തൊക്കെ കൃത്യമായ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം കൊടുത്തുകൊണ്ടായിരിക്കണം ഈ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്. നാലാമത്തത് എന്താ പറഞ്ഞേ? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്. കൃത്യമായ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ, അണുബാധകളൊന്നും ഉണ്ടാകുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളിൽ അവിടുത്തെ ആ ഒരു പ്രോട്ടോകോൾസ് പെരുമാറ്റ ചട്ടങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ സ്ഥാപിക്കേണ്ടതാണ്. ഈ 3 പോയിന്റ്സ് 4 പോയിന്റ്സും ക്ലിയർ ആണോ? ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട 4 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് ഇൻ റിക്കവറി റൂം. നമ്മുടെ റിക്കവറി റൂമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. The patient observation to be performed every 15 minutes after the surgery, including vital signs, level of consciousness, bleeding, etc. ഇനി എന്താണ് റിക്കവറി റൂം എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് ആ ഒരു റൂമിന്റെ പ്രത്യേകത? എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും റിക്കവറി റൂമിൽ ഉണ്ടാവുക? ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് സർജറിക്ക് ശേഷമുള്ള പേഷ്യൻസ് അല്ലെ. സർജറിക്ക് ശേഷം നമ്മൾ അവരെ മാറ്റുന്ന ഒരു ഏരിയ ആണ് റിക്കവറി റൂം എന്ന് പറയുന്നത്. അപ്പൊ റിക്കവറി റൂമിലും നമ്മൾ അതുപോലെയുള്ള ശ്രദ്ധ അവിടുത്തെ പേഷ്യൻസിന് കൊടുക്കണം അല്ലെ. അതെ, ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസ് ആയിരിക്കും കേട്ടോ. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള നമ്മൾ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഒബ്സർവേഷൻസ് അവർക്ക് കൊടുക്കണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി പേഷ്യന്റ് ഒബ്സർവേഷൻ ടു ബി പെർഫോംഡ് എവറി 15 മിനിറ്റ്സ്. ഓരോ 15 മിനിറ്റിലും ഈ പറയുന്ന പേഷ്യൻസിനെ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുകയും ആഫ്റ്റർ ദ സർജറി, സർജറിക്ക് ശേഷമുള്ള പേഷ്യൻസ് ആയതുകൊണ്ട് തന്നെ അവർ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും അവരെ കൃത്യമായ രീതിയിൽ അവരെ നിരീക്ഷണങ്ങൾ നടത്തുക, ഇൻക്ലൂഡിങ് വൈറ്റൽ സയൻസ്, അവരുടെ സുപ്രധാനമായ അവരുടെ സയൻസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ അല്ലെ, ഹാർട്ട് ബീറ്റ് ആവാം, ബ്ലഡ് പ്രഷർ ആവാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടിസ്ഥാനപരമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അതെ ബ്രീത്തിങ് ഹാർട്ട് റേറ്റ്, അതെ ടെമ്പറേച്ചർ, ഇതിലുള്ള ഒത്തിരി കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾക്ക് ഒരു 15 മിനിറ്റ് ഇടവിട്ടെങ്കിലും അവർ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവർ നിരീക്ഷിക്കണം. ആ ലെവൽ ഓഫ് കോൺഷ്യസ്, അവരുടെ ബോധാവസ്ഥ അല്ലെങ്കിൽ ബോധനില എങ്ങനെയാണ്. ചിലപ്പോൾ ഇപ്പൊ അനസ്തീഷ്യൊക്കെ കൊടുത്തവർക്കാണെങ്കിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ അവർ നോർമലിലേക്ക് വരേണ്ടതാണ്, അല്ലെ, കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ബോധാവസ്ഥയിലേക്ക് വരേണ്ടതാണ്. ചില പേഷ്യൻസിന് കുറച്ചധികം സമയങ്ങൾ എടുക്കാം, ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള കൃത്യമായ സമയവും കാര്യങ്ങളും ഒക്കെ വെച്ച് അവരുടെ ആ ഒരു കോൺഷ്യസ്നെസ് ലെവല് അല്ലെങ്കിൽ ആ ഒരു ബോധ നില എങ്ങനെയാണ്. ഇനി ബ്ലീഡിങ്ങോ കാര്യങ്ങളോ വരുന്നുണ്ടോ? ചില പേഷ്യൻസിന് ഓപ്പറേഷൻ സർജറി ഒക്കെ കഴിഞ്ഞ് ബ്ലീഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബ്ലീഡിങ്ങോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും എന്ത് ചെയ്യണം, ആ ഒരു റിക്കവറി റൂമില് ഓരോ പേഷ്യൻസിനെയും നല്ല രീതിയിൽ നിരീക്ഷിക്കണം. രണ്ടാമത് പറയുന്നത് ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി റെഡി ഓൺ ഡിമാൻഡ്. അവിടെ ആവശ്യാനുസരണം എല്ലാ ഉപകരണങ്ങളും ആവശ്യാനുസരണം തയ്യാറായിരിക്കണം അല്ലെങ്കിൽ തയ്യാറാക്കി വെക്കണം. എപ്പോഴാണ് ഒരു എമർജൻസി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് കൃത്യമായ കെയർ കൊടുക്കണമെങ്കിൽ അവിടെ എല്ലാ ഉപകരണങ്ങളും എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ ഉപയോഗിക്കാൻ തയ്യാറാക്കി വെക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് റെസ്ട്രിക്ഷൻ ഓഫ് വിസിറ്റേഴ്സ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻസിനെയൊക്കെ തടയുന്നതിന് വേണ്ടി അവിടെ ആ ഒരു റിക്കവറി റൂമിലേക്കുള്ള വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകരെ നിയന്ത്രിക്കുകയും വേണം. 3 പോയിന്റ്സ് ആണ് റിക്കവറി റൂമുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് പോളിസികൾ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ, പേഷ്യന്റ് ഒബ്സർവേഷൻ ടു ബി പെർഫോംഡ് എവറി 15 മിനിറ്റ്സ്. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും സർജറിക്ക് കഴിഞ്ഞ് വന്ന് കിടക്കുന്ന ഓരോ പേഷ്യൻസിനെയും അവരുടെ സുപ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ, അല്ലെ, അവരുടെ ബ്രീത്തിങ് കാര്യങ്ങൾ എങ്ങനെയുണ്ട്, ടെമ്പറേച്ചർ, പ്രഷർ, ബി പി എങ്ങനെയുണ്ട്, ഹാർട്ട് റേറ്റ് എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള സുപ്രധാനമായ ലക്ഷണങ്ങള്, അതുപോലെ ലെവൽ ഓഫ് കോൺഷ്യസ് ബോധമില്ല എങ്ങനെയാണ്, ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവുന്നുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി റെഡി ഓൺ ഡിമാൻഡ്. എപ്പോഴാണോ ആവശ്യമായി വരുന്നത് അപ്പോൾ ഉടനടി ഉപയോഗിക്കാൻ ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും തയ്യാറാക്കി വെക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് റെസ്ട്രിക്ഷൻ ഓഫ് വിസിറ്റേഴ്സ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. അണുബാധകളെ തടയുന്നതിന് വേണ്ടി ആ ഒരു റിക്കവറി റൂമിലേക്കുള്ള വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകരെ നിയന്ത്രിക്കേണ്ടതുമാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ആ ഓപ്പറേഷൻ തിയേറ്റർ റിക്കവറി റൂമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് ഭാഗമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. ഒരു ഓപ്പറേറ്റിംഗ് റൂം അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് അറിയാവുന്ന കുറെ പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ്. ഇത് ഇൻക്ലൂഡഡ് ആയത് ചെയ്ത് അവരുടെ റെസ്പോൺസിബിലിറ്റി ഉൾപ്പെടുന്നത് ചെയ്ത് ഉൾപ്പെടാത്തത് ചെയ്ത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഉൾപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ ഇതിൽ ഇല്ലാത്തത് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് keep the department running smoothly and effectively by greeting and welcoming patients. എന്താണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് റൂം അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് റണ്ണിങ് സ്മൂത്ത്ലി, വളരെ സുഗമമായിട്ടും വളരെ ഫലപ്രദമായിട്ടും ഈ ഡിപ്പാർട്ട്മെന്റ് നടന്നു പോകുന്നതിന് ബൈ ഗ്രീറ്റിംഗ് ആൻഡ് വെൽക്കമിങ് പേഷ്യൻസ് എന്ത് ചെയ്യണം? അവിടെ വരുന്ന പേഷ്യൻസിനെ നല്ല ഗ്രീറ്റിംഗ്സ് അല്ലെങ്കിൽ നല്ല രീതിയിൽ അഭിവാദ്യം ചെയ്ത് വെൽക്കം
ചെയ്യേണ്ടതാണ്. ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് കീപ് ദ ഡിപ്പാർട്ട്മെന്റ് റണ്ണിംഗ് സ്മൂത്ത്ലി ആൻഡ് effectively by greeting and welcoming patients. വരുന്ന ഓരോ പേഷ്യൻസിനെയും നല്ല രീതിയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരെ നല്ല വെൽക്കമിങ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വെൽക്കം ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ വളരെ സുഗമമായിട്ടും കാര്യക്ഷമമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഒരു ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. രണ്ടാമതായി പറയുന്നത് ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്. ഇപ്പൊ വരുന്ന പേഷ്യൻസിനാവാം അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സിനാവാം ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. അവർക്ക് ഇപ്പൊ ഒരു പേഷ്യന്റ് നമ്മളാണെങ്കിലും നമ്മളൊരു പേഷ്യന്റ് ആണ്, പിന്നെ എന്താണ് അടുത്ത പ്രൊസീജിയർ, അല്ലെങ്കിൽ നമ്മൾ ഇനി എന്താണ് നെക്സ്റ്റ് എവിടേക്കാണ് നമ്മൾ എന്ത് പ്രൊസീജിയർ ആണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു പേഷ്യന്റിനെ കേട്ടി കഴിഞ്ഞാൽ അവരുടെ കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സിന് ഒത്തിരി കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടാവില്ലേ? അവർ ചോദിക്കില്ലേ? സ്വാഭാവികമായിട്ടും ഓപ്പറേഷൻ കഴിഞ്ഞോ, എത്ര മണിക്കാണ് ഓപ്പറേഷൻ വരുന്നത്, ഇപ്പൊ എന്ത് പ്രൊസീജിയർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി എത്ര സമയമാവും ഇത് കഴിയും, എത്ര സമയം ഇവരെ പുറത്തേക്ക് കൊണ്ടുവരും അല്ലെ. അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ റൂമിലുള്ള എക്സിക്യൂട്ടീവ് സെക്രട്ടറി അടുത്ത് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലെ. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, കാരണം കുറെ ഡൗട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാം. അങ്ങനെയുള്ള ഡൗട്ടിനും ക്വസ്റ്റ്യൻസും ഒക്കെ കൃത്യമായിട്ട് ആൻസറുകൾ കൊടുക്കുക, ഡൗട്ട്സ് ഒക്കെ അവരെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുന്നതും ഒരു എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ റൂമിലെ ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മൂന്നാമതായിട്ട് ദീസ് വർക്കേഴ്സ് ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ് ദാറ്റ് ഇൻക്ലൂഡ് വോയിസ് മെയിൽ ആൻഡ് ഫോൺ സിസ്റ്റം, മെഷീൻസ്, copier and scanners, and also maintain and organize department supplies. ഇനി എന്താ പറയുന്നത്? വർക്കേഴ്സ് ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ്സ്. ഈ ഒരു ഓപ്പറേറ്റിംഗ് റൂമുമായി ബന്ധപ്പെട്ട ഓഫീസ് എക്യുപ്മെന്റ്സ്, ഓഫീസ് ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യണം. അതായത് വോയിസ് മെയിലുകള്, ഫോൺ സിസ്റ്റംസ്, ഫോൺ കോളുകൾ കാര്യങ്ങളൊക്കെ വന്നാൽ കൃത്യമായിട്ട് ഇവരാണ് അറ്റൻഡ് ചെയ്യുന്നത്. വോയിസ് മെയിലുകൾ വന്നാല് അല്ലെങ്കിൽ അവിടുത്തെ മെഷീൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, കോപ്പിയർ, സ്കാനർ മുതലായ കാര്യങ്ങള്, ആൻഡ് ഓൾസോ അത് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. and also maintain and organize department supplies. കൃത്യമായ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം കൃത്യമായിട്ടുണ്ടോ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നിലനിർത്തി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. നാലാമതായി പറയുന്നത് they accept and route messages and transfer correspondence verbally or through write form. എന്താണ്? they accept and route messages and transfer. ഇപ്പൊ പലതരത്തിലുള്ള മെസ്സേജുകൾ കൃത്യമായിട്ട് ഈ ഒരു ഓപ്പറേഷൻ റൂമുമായി ബന്ധപ്പെട്ട് പേഷ്യൻസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മെസ്സേജുകൾ വരാം അല്ലെ. ഇപ്പൊ ഒരു ലാബ് ടെസ്റ്റുകളായിട്ടോ സ്കാനിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മെസ്സേജുകളിലൂടെയല്ലേ ഇവർക്ക് കിട്ടുന്നത് റിസൾട്ടുകള് അല്ലെ. പലതരത്തിലുള്ള മെസ്സേജുകളിലൂടെ ആയിരിക്കും അവർക്ക് റിസൾട്ട് കിട്ടുക അല്ലെ. അവിടെ എന്ത് ചെയ്യണം? കൃത്യമായ റിസൾട്ടുകൾ കിട്ടിയാൽ ആ മെസ്സേജുകൾ വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യുകയും റൂട്ട് മെസ്സേജസ് ആ ബന്ധപ്പെട്ട കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ആ ബന്ധപ്പെട്ട അധികാരികളിലേക്ക്, ഇപ്പൊ ഒരു ലാബ് ടെസ്റ്റ് ആണ്, അത് ഏത് ഡോക്ടറാണോ അല്ലെങ്കിൽ ഏത് എവിടെ നിന്നാണോ ആരുടെ ഏത് പേഷ്യന്റിനെയാണോ വന്നിരിക്കുന്നത് അത് കൃത്യമായിട്ട് അത് ഉൾപ്പെടുത്തിയാൽ ആരാണോ അത് എഴുതിയിരിക്കുന്നത് റെഫർ ചെയ്തിരിക്കുന്നത് ആ ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് അത് റൂട്ട് ചെയ്ത് ആ മെസ്സേജ് കൈമാറ്റം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അതോ അല്ലെങ്കിൽ വെർബലി ഓർ ത്രൂ റൈറ്റ് ഫോം ആവാം. എന്താണ്? പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ എന്താ എഴുതിയ ഫോമില് അല്ലെ, എഴുതിയ ഫോമില് ബന്ധപ്പെട്ട ആളുകളിലേക്ക് ആ മെസ്സേജുകൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇപ്പൊ ഒന്ന് വായിച്ചു നോക്കി, 4 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്താ പറയുക? 4 പോയിന്റ്സ് ആണ് മിസ് പറയുന്നത്. ആദ്യത്തെ 4 പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ? ഒരു ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അവരെന്താ ചെയ്യേണ്ടത്? ആ ഒരു സ്ഥാപനം ആ ഒരു ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് വരുന്ന പേഷ്യൻസിനെ കൃത്യമായിട്ട് ഗ്രീറ്റിംഗ് ചെയ്യുക, അഭിവാദ്യം ചെയ്ത് വെൽക്കം ചെയ്ത് സ്വീകരിക്കുകയും ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ വളരെ സുഗമമായും കാര്യക്ഷമമായും അവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഈ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടേതാണ്. രണ്ടാമത് പറഞ്ഞത് അവിടെ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും കൃത്യമായ ആൻസറുകൾ കൊടുക്കണം. അവിടെ വരുന്ന പേഷ്യൻസിന്റെ ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സിന്റെ ആണെങ്കിലും ഡൗട്ടുകൾ കൃത്യമായിട്ട്
കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് നൽകണം. മൂന്നാമതായി പറഞ്ഞത് ദ വർക്കേഴ്സ് ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ്സ്. ആ ഒരു ഓപ്പറേറ്റിംഗ് റൂമുമായി ബന്ധപ്പെട്ട ഓഫീസിലെ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യണം. വോയിസ് മെയിലുകളായിക്കോട്ടെ, ഫോൺ സിസ്റ്റം ആയിക്കോട്ടെ, മെഷീൻസ് ആയിക്കോട്ടെ, കോപ്പിയർ, സ്കാനർ മുതലായവയൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് ഓൾസോ മെയിൻറ്റെയിൻ ആൻഡ് ഓർഗനൈസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സാധനങ്ങളുണ്ടോ, അത് കൃത്യമായിട്ട് അവിടെ ഉണ്ടോ, ഇനി എന്തെങ്കിലും ഇല്ലെങ്കിൽ അതിനനുസരിച്ച് അത് കൃത്യമായ രീതിയിൽ അവിടെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് വെക്കേണ്ടതൊക്കെ ഇവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുകയും അത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യണം. നാലാമത് പറഞ്ഞത് ദ അക്സെപ്റ്റ് ആൻഡ് റൂട്ട് മെസ്സേജസ് ആൻഡ് ട്രാൻസ്ഫർ കറസ്പോണ്ടൻസ് വെർബലി ഓർ ത്രൂ റൈറ്റ് ഫോമർ. ഒന്നില്ലെങ്കിൽ വെർബലി നമ്മുടെ സംസാരത്തിലൂടെ, അല്ലെങ്കിലോ ത്രൂ റൈറ്റ് ഫോമർ എഴുതിയ രൂപത്തിലോ എന്താണ് കൃത്യമായിട്ട് ഇവിടെ ഒത്തിരി മെസ്സേജുകൾ പല പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടാവും. അത് അക്സെപ്റ്റ് ചെയ്യുക, ആ മെസ്സേജുകള് കൃത്യമായ ഇടങ്ങളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ 4 പോയിന്റ്സ്. എന്തെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ. എന്താണ് ഡൗട്ട് വന്നത്? കറസ്പോണ്ടൻസ് എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അക്സെപ്റ്റ് ആൻഡ് റൂട്ട് മെസ്സേജസ് ആൻഡ് ട്രാൻസ്ഫർ കറസ്പോണ്ടൻസ് വെർബലി. അതായത് ഈ വന്നിരിക്കുന്ന മെസ്സേജുകള് അത് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ട് അതാത് ആളുകൾക്ക്, അതായത് ഇപ്പൊ ചിലപ്പോ ഈ വന്നിരിക്കുന്ന മെസ്സേജുകൾ ചിലപ്പോ ഏതെങ്കിലും ഡോക്ടേഴ്സിനായിരിക്കും അല്ലെ, ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് അവരുടെ റിസൾട്ടുകൾ കാര്യങ്ങളാണെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിൽ വ്യത്യാസം ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് കറസ്പോണ്ടൻസ് കത്തിടപാടുകളും പറയാം കേട്ടോ. അതുപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വെർബലി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് നമുക്ക് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ഇന്ന മെസ്സേജുകളാണ് വന്നിരിക്കുന്നത്, ഇന്ന രീതിയിലാണ് അവരുടെ റിസൾട്ട് കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിലോ എന്താണ് ത്രൂ റൈറ്റ് ഫോമർ എഴുതി നമുക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെട്ട ആളുകളിലേക്ക് അത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിപ്പോ കത്തിടപാടുകളും ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന മെസ്സേജുകൾ വരുന്നതും ആവാം കേട്ടോ. ക്ലിയർ ആണോ? വെർബലി എന്നാ ഓറലി തന്നെയാണ് കേട്ടോ, ഓറലി തന്നെയാണ്. ഓക്കെ ഓക്കെ ആണോ? 4 പോയിന്റ്സ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോട്ടെ. Okay, next വരുന്നത് additional duties consist of taking specimens to the lab, helping scheduling procedures, supporting the department through updating bed statuses. ഇനി എന്താ, ഇനി അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഡ്യൂട്ടീസ് ആണ്. കൺസിസ്റ്റ് ഓഫ് ടേക്കിംഗ് സ്പെസിമെൻസ് ടു ലാബ്. അപ്പൊ അവിടെയുള്ള പേഷ്യൻസിന് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടി അവിടെ സ്പെസിമെൻസ് എടുക്കാറുണ്ട് അല്ലെ, ബ്ലഡ് സാമ്പിൾ മുതലായ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാറില്ലേ. അതെന്ത് ചെയ്യണം, ലാബിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് സഹായിക്കണം. ഹെൽപ്പിംഗ് ഷെഡ്യൂളിംഗ് പ്രൊസീജിയേഴ്സ് സപ്പോർട്ടിംഗ് ദ ഡിപ്പാർട്ട്മെന്റ്. ഇനി എന്താ, ആ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ പ്രൊസീജിയേഴ്സ്, ഇപ്പൊ ഫസ്റ്റ് ഇന്ന സർജറി ആയിരിക്കും ചെയ്യുന്നത്, അതിന് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ എടുക്കോ, അതിന് ഇത്ര സ്റ്റാഫുകൾ, ഇന്ന സ്റ്റാഫുകളാണ് വേണ്ടത്, ഇനി അത് കഴിഞ്ഞ് അടുത്ത പ്രൊസീജിയർ ഇന്നതാണ്. അങ്ങനെ ഓരോ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളെയും കൃത്യമായി ഷെഡ്യൂൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് സപ്പോർട്ട് ദ ഡിപ്പാർട്ട്മെന്റ് ത്രൂ അപ്ഡേറ്റിംഗ് ബെഡ് സ്റ്റാറ്റസ്. എത്ര ബെഡുകളാണ്
ആളുകളാണ് അവിടെ ഇപ്പൊ ഓൾറെഡി സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത്ര പേര് എന്താണ് ഫില്ലായിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് അടുത്ത ആളുകളെ കൊണ്ടുവരാനായിട്ടുള്ള സമയമുണ്ടോ, ബെഡ് സ്റ്റാറ്റസ് അവിടുത്തെ എങ്ങനെയാണ് മുതലായ കാര്യങ്ങളും കൂടി കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ് സഹായിക്കേണ്ടത്. എന്താണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേ? അഡീഷണൽ ഡ്യൂട്ടീസ് കൺസിസ്റ്റ് ഓഫ് ടേക്കിംഗ് സ്പെസിമെൻസ് ടു ലാബ്. അവിടെ വരുന്ന പേഷ്യൻസിനെ ലാബ് ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിമെൻസ് ലാബിലേക്ക് കൊടുത്തയക്കാൻ സഹായിക്കണം. ഹെൽപ്പ് ഇൻ ഷെഡ്യൂളിംഗ് പ്രൊസീജിയേഴ്സ്, ആ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിലെ നടപടിക്രമങ്ങളെ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ സഹായിക്കണം. ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ത്രൂ അപ്ഡേറ്റിംഗ് ബെഡ് സ്റ്റാറ്റസ്, ആ ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എത്ര ബെഡ്സ് ആണ് ഓൾറെഡി വേക്കന്റ് ആയിട്ടിരിക്കുന്നത്, എത്രയാണ് ഓൾറെഡി ഒക്യുപ്പൈഡ് ആയിട്ടിരിക്കുന്നത് മുതലായിട്ടുള്ള സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയിട്ട് നിലനിർത്താനായിട്ട് ഇവര് സഹായിക്കേണ്ടതാണ്. അടുത്തതായിട്ട് പറയുന്നത് മെയിൻറ്റെയിനിങ് ക്ലീൻനെസ് ആൻഡ് ഓർഡർനെസ്, ലൈക്ക് ക്ലീനിങ് നഴ്സസ് സ്റ്റേഷൻ. നമ്മുടെ നഴ്സസ് സ്റ്റേഷൻസ് എങ്ങനെയാണോ ക്ലീൻ ചെയ്ത് വെക്കുന്നത് അതേപോലെ തന്നെ ഈ പറയുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്ററും വളരെ വൃത്തിയുള്ളതും അതുപോലെ വളരെ ചിട്ടയായ രീതിയിലും നിലനിർത്തുക. ലാസ്റ്റ് പറയുന്നത് എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് മേ ഓൾസോ ബി റെസ്പോൺസിബിൾ ഫോർ മാനേജിംഗ് ആൻഡ് ട്രെയിനിങ് ന്യൂ ക്ലറിക്കൽ വിത്തിൻ ദ ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റ്. ഇനി എന്താ ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറയുന്നത് മേ ഓൾസോ ബി റെസ്പോൺസിബിൾ, എന്തിനും കൂടി ഉത്തരവാദിത്തമുള്ളവരാണ് ഫോർ മാനേജിംഗ് ആൻഡ് ട്രെയിനിങ്. ഇപ്പൊ പുതിയതായിട്ടുള്ള ക്ലറിക്കൽ ജോലികൾക്കായിട്ട് പുതിയ ആരെങ്കിലും അവരുടെ ഡ്യൂട്ടിയിലേക്ക് കയറിയെന്ന് വിചാരിക്കാം. അപ്പൊ അവർക്ക് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ഫെമിലിയർ ആയിരിക്കും? ആയിരിക്കില്ല അല്ലെ. അപ്പൊ അവർക്ക് അതിനാവശ്യമായ ട്രെയിനിങ്ങുകൾ കൊടുക്കണം. അവര് കൃത്യമായിട്ട് ആ ഒരു ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റില് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിനനുസരിച്ചുള്ള പരിശീലനങ്ങൾ നൽകണം. അവരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഈ എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്കാണ് ഉള്ളത്. ഏതൊക്കെയാ 3 പോയിന്റ് പറയുന്നത്? ഫസ്റ്റ് എന്താ പറഞ്ഞത്? അഡീഷണൽ ഡ്യൂട്ടീസ് അല്ലെ, എന്താണ് ലാബ് ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ സ്പെസിമെൻസ് കൃത്യമായിട്ട് ലാബുകളിലേക്ക് കൊടുത്തയക്കുക. അവിടെ പ്രൊസീജിയേഴ്സ്, ഓപ്പറേഷൻ റൂമിൽ നടക്കുന്ന നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യാൻ സഹായിക്കുക. അതുപോലെ ബെഡ് സ്റ്റാറ്റസുകൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നിലനിർത്തുക. രണ്ടാമതായി പറഞ്ഞത് മെയിൻറ്റെയിൻ ക്ലീൻനെസ് ആൻഡ് ഓർഡർലിനെസ് ലൈക്ക് ക്ലീനിങ് നഴ്സസ് സ്റ്റേഷൻ. നഴ്സസ് സ്റ്റേഷൻസ് ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഓപ്പറേഷൻ റൂമും വളരെ വൃത്തിയുള്ളതും ചിട്ടയുമായിട്ട് നിലനിർത്തുക. ലാസ്റ്റ് പറഞ്ഞ എന്താ? എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് ആ ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന പുതിയ ക്ലറിക്കൽ സ്റ്റാഫുകൾ അല്ലെങ്കിൽ പുതിയതായിട്ട് ക്ലറിക്കൽ ജോലിയിലേക്ക് പ്രവേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകളും കൊടുക്കുകയും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കി ലാസ്റ്റ് 3 പോയിന്റ്സ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. ഓപ്പറേഷൻ റൂം അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് തിയേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഒരു ചെറിയ ചാപ്റ്റർ ആണ്, എന്നാൽ പോലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെയാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്താണ്, അവിടുത്തെ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം അല്ലെ, അവിടുത്തെ ജീവനക്കാരുടെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവർ ആരൊക്കെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉൾപ്പെടുന്ന സ്റ്റാഫുകൾ ആരൊക്കെയാണ്, അതുപോലെ തന്നെ അവിടുത്തെ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയ രീതി, ഇൻക്ലൂഡഡ് അല്ലാത്ത രീതിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗമാണ്.
അതുപോലെ തന്നെ ഓരോ സർജറിയും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ പാലിക്കേണ്ട പോളിസികൾ എന്താണ്, അതുപോലെ തന്നെ അവിടുത്തെ ടൈപ്പ് ഓഫ് സർജറിക്ക് അനുസരിച്ച് അവിടെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത്, ഇനി ഏതൊക്കെ രീതിയിലാണ് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെ സോണിങ് ചെയ്തിരിക്കുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞതാണ് 4 സോണായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ആ 4 സോണിലും ഉൾപ്പെടുന്ന ഇടങ്ങൾ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നിങ്ങൾക്ക് മാറിപ്പോവാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്, അതാണ് കുറച്ചും കൂടി ഒരു മാറിപ്പോവാനുള്ള ചാൻസ് ഉള്ള ഏരിയ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കിട്ടും അല്ലെ. ആ ഒരു 4 സോണിലും ഏതൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, ഏതൊക്കെ ഇടങ്ങളാണ് വരുന്നത്, ഏരിയാസ് ആണ് വരുന്നത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് ഏതും ചോദിക്കാം. അപ്പൊ അത് ഇന്നതാണോ എന്നൊരു കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. യൂഷ്വൽ ഏരിയാസ് ഡെഫിഷ്യൻസി എവിടെയാണ്, അത് നെക്സ്റ്റ് എന്താണ്, ഏതൊക്കെ മൂന്ന് ടൈപ്പ് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉണ്ട്, മോഡുലാർ ഉണ്ട്, ഇന്റഗ്രേറ്റഡ് ഉണ്ട്, ഹൈബ്രിഡ് ടൈപ്പ് ഉണ്ട്. അതിന്റെ പ്രത്യേകതകളൊന്ന് നോക്കി വെക്കുക. പിന്നെ പ്രിവെന്റീവ് മെഷേഴ്സ് അത് ഇൻക്ലൂഡഡ് അല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും വരിക കേട്ടോ. ഇതെല്ലാം അങ്ങനെ തന്നെയായിരിക്കും. ഈ ഒരു ഭാഗത്ത് നിന്നും ഒരു എമർജൻസി എക്യുപ്മെന്റ്സ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിനുള്ളിൽ ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് പോളിസികൾ എന്താണ്, അതിൽ ചിലപ്പോൾ ഒരെണ്ണം റിക്കവറി റൂമുമായി ബന്ധപ്പെട്ടത് കൊടുക്കാം, എന്നിട്ട് അതിൽ എന്താണ് ഇൻക്ലൂഡഡ് അല്ലാത്തത് കണ്ടെത്തി എഴുതാനും ചോദിക്കാം. അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അതുപോലെ ഈ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസിലും ഉൾപ്പെടുന്നതും ഉൾപ്പെടാത്ത രീതിയിലുമുള്ള ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കൺഫ്യൂഷൻ വരുന്നത് ആ 4 സോണുകളിലും ഉൾപ്പെട്ടിരിക്കുന്നവ ഏതൊക്കെയാണ്, ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴായിരിക്കും. ഫസ്റ്റ് എക്സാം നിങ്ങളുടെ പോർഷൻസ് കഴിയാറാവുന്നല്ലേ ഉള്ളൂ, അതിനനുസരിച്ച് ഡേറ്റ് കാര്യങ്ങൾ പറയൂ കേട്ടോ. ഇപ്പൊ കൺഫേം ആയിട്ടില്ല കേട്ടോ, അതിനനുസരിച്ച് മെസ്സേജുകൾ ഇടും കേട്ടോ. ഓക്കെ അല്ലേ. ഈ ഒരു ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആയി. അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോവാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തൊരു ചാപ്റ്റർ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് കേട്ടോ. ഇനി 1-2 ചാപ്റ്ററുകളല്ലേ എടുക്കാനുള്ളൂ അല്ലെ, 1-2-3 ചാപ്റ്റേഴ്സ് അല്ലേ എടുക്കാനുള്ളൂ, ആണോ? മോഡ്യൂൾ 1 and 2 മൊത്തത്തില് 1-2 ചാപ്റ്റേഴ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, 1 കംപ്ലീറ്റ് ആയി. 2-ല് മാൻസ് വില്ലേജ് വേസ്റ്റ് എടുക്കുന്നുണ്ട് 13 and 14. ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം, സെക്കൻഡ് മോഡ്യൂൾ അല്ലെ. അപ്പൊ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് കേട്ടോ. എന്താണ് ഒരു സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞാല് എന്താണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്പില്ലേജ് വേസ്റ്റ്? വേസ്റ്റുമായി ബന്ധപ്പെട്ട ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പഠിച്ചോ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പഠിച്ചിരുന്നോ? ഇല്ല. ഓക്കെ, എന്തായിരിക്കും ഒരു സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? പഠിച്ചിട്ടില്ല. ഓക്കെ, എന്തായിരിക്കും ഒരു സ്പില്ലേജ് വേസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കാം, നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞേ. ചോർച്ച. ചോർച്ച എന്തിൽ നിന്നുള്ള, എന്തൊക്കെയാണുള്ള ചോർച്ചയായിരിക്കാം? ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇടത്ത് നിന്നോ ഒരു പ്ലേസിൽ നിന്നോ ലീക്ക് ആവുന്ന അല്ലെങ്കിൽ സ്പിൽഡ് ആവുന്ന എന്താ ഒഴുകിയതോ ചോർന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റത്തെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനെ നമുക്ക് വിളിക്കാവുന്നതാണ് സ്പില്ലേജ് വേസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാർമസി എടുത്തിട്ടില്ല കേട്ടോ, അതെടുക്കോട്ടെ, അടുത്ത ദിവസം എടുക്കോട്ടോ. ഇത് കൂടാതെ 2 ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ടോട്ടല് 3 ചാപ്റ്റർ അല്ലെ. ഇത് ഉൾപ്പെടുത്തി ടോട്ടൽ 3 ചാപ്റ്റർ അല്ലെ. ഓക്കെ എന്താണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തതല്ലാതെ സ്റ്റാർട്ട് ചെയ്യാത്തത് ഒരെണ്ണം ഫാർമസിയാണ്, പിന്നെ ഏതാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണോ? അത് രണ്ടും അല്ലേ? അത് രണ്ടും അല്ലേ ഉള്ളത്? ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അവിടെ ഒരു സ്പില്ലേജ് വേസ്റ്റ് ക്ലിയർ ആണല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ശരി.
നിങ്ങൾക്ക് 4 പേപ്പേഴ്സ് ആയിട്ടാണോ തിരിച്ചു തന്നിരിക്കുന്ന മോഡ്യൂൾസ്? 4 പേപ്പേഴ്സ് ആയിട്ടാണോ തിരിച്ചു തന്നിരിക്കുന്നത്? മോഡ്യൂൾസ് 4 പേപ്പർ അല്ലേ? അപ്പൊ ഇവിടെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് 4th മോഡ്യൂളിലല്ലേ വരുന്നേ? നാല് ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ. മെഡിക്കൽ എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ ഈ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഒക്കെ നമ്മൾ ശരിക്കും 4th മോഡ്യൂളിൽ 4th പേപ്പറിലാണ് വരുന്നത് കേട്ടോ. 4th പേപ്പറിലാണ് അതിന്റെ എക്സാമുകൾ ഉണ്ടാവുക കേട്ടോ. അപ്പോഴായിരിക്കും അത് കവർ ചെയ്യുക. അതുകൊണ്ടാണ് മിസ് 2 അല്ലേന്ന് ചോദിച്ചത് കേട്ടോ. ഇനി നിങ്ങളുടെ ഇതിൽ എടുപ്പുണ്ടാവും ഏതൊക്കെയാണ് ഓരോ പേപ്പേഴ്സ്. നിങ്ങളുടെ കയ്യില് ഓരോ പേപ്പേഴ്സ് ആയിട്ട് എക്സാമിനുള്ള ഓരോ മോഡ്യൂൾസ് തിരിച്ച ഓരോ പേപ്പേഴ്സ് നിങ്ങളുടെ PDF ഇതിൽ ഇട്ട് തന്നിട്ടുണ്ടാവും. ഇതില് ക്ലാസ് റൂംസിൽ ഇട്ട് തന്നിട്ടുണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ബാക്കി എല്ലാവർക്കും ഉണ്ടല്ലോ? ഓക്കെ, സബീന പറയുന്നുണ്ടല്ലോ ഉണ്ടെന്ന്. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അതിലിനി എത്ര എണ്ണം എടുക്കാനുണ്ടെന്ന് നോക്കിയാൽ മതി കേട്ടോ. എടുക്കാനുണ്ട്. ഓക്കെ, ശരി. അതാണ് മിസ് ചോദിച്ചത് കേട്ടോ. ശരി. കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അല്ലാതെ നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് മുതലായവയൊക്കെ നമ്മുടെ 4th മോഡ്യൂളിലാണ് വരുന്നത്. അപ്പൊ അത് ഇവിടെ കവർ ചെയ്യില്ല കേട്ടോ. അപ്പൊ ഈ ആദ്യത്തെ 2 എണ്ണം കഴിഞ്ഞ് നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് കേട്ടോ. ഒരു സ്പില്ലേജ് വേസ്റ്റ് എന്നതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു കണ്ടെയ്നറിൽ നിന്നാവാം, അല്ലെങ്കിൽ ഒരു ഇടത്തിൽ നിന്നും ലീക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പിൽഡ് ആയിട്ടുള്ള അല്ലെ ഒഴുകിയതോ അല്ലെങ്കിൽ ചോർന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഒരു ഐറ്റത്തെ ഒരു ഇനത്തെ നമുക്ക് വിളിക്കാവുന്നതാണ് ഒരു സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലില്, ലബോറട്ടറീസ്, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റി മുതലായ വീടുകളിലൊക്കെ പ്രധാനമായിട്ടും ഇതൊക്കെ ഇവിടെയാണ് കൂടുതലും ഇങ്ങനെയുള്ള സ്പില്ലേജ് അല്ലെങ്കിൽ വേസ്റ്റുകൾ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും വരുന്ന സ്പില്ലേജ് വേസ്റ്റുകൾ ഏതൊക്കെയായിരിക്കും ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും വരുന്ന സ്പില്ലേജ് വേസ്റ്റസ്? എന്തൊക്കെയാവാം? ബ്ലഡ് വരാം അല്ലെ? വരാമോ? എന്താണ് ബ്ലഡ്? ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ? കെമിക്കൽസ് അല്ലെങ്കിൽ മറ്റ് അപകടകരമായിട്ടുള്ള എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ടോക്സിക് സബ്സ്റ്റൻസുകൾ മുതലായ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. അപ്പൊ അവിടെ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു കണ്ടെയ്നറിൽ നിന്നാവാം, ഒരു നിയുക്തമായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇടത്ത് നിന്നോ ലീക്ക് ആവുന്ന എന്താണ് ചോർന്നു പോകുന്നതോ അല്ലെങ്കിൽ ഒഴുകി പോകുന്നതോ ഒഴുകുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റം, ഒരു ഇനത്തെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് നോക്കിയ ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യത്തെ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത്. Any item or material that has spilled or leaked from its designated container or place is referred to as spillage waste. First point, spillage waste എന്ന് പറഞ്ഞാൽ എന്താ? Any item or material, ഏതെങ്കിലും ഒരു item അല്ലെങ്കിൽ മെറ്റീരിയൽ ആണ് that has spilled or leaked from its designated container or place. നിയുക്തമായിട്ടുള്ള കണ്ടെയ്നറിൽ നിന്നോ അല്ലെങ്കിൽ ഇടത്ത് നിന്നോ ലീക്ക്ഡ് ആയിട്ടുള്ള അല്ലെ ചോർന്നതോ അല്ലെങ്കിൽ ഒഴുകിയതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റത്തെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനെ ഒരു ഇനത്തെ വിളിക്കാവുന്ന പേരാണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. Hospitals, laboratories, industrial facilities and homes are just a few places where this kind of garbage can be found. ഇത്തരത്തിലുള്ള മാലിന്യങ്ങള് അല്ലെ ഇത്തരത്തിലുള്ള മാലിന്യങ്ങള് നമുക്ക് ഹോസ്പിറ്റലിൽ കണ്ടെത്താവുന്നതാണ്, ലബോറട്ടറിയിൽ കണ്ടെത്താവുന്നതാണ്, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ് നമ്മുടെ വീടുകളിലൊക്കെ ഇത്തരത്തിലുള്ള മാലിന്യങ്ങള് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. നമ്മുടെ വീടുകളിൽ സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടാവാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ ചോർച്ച ഉണ്ടാവാറുണ്ടോ? ഓയിൽ വീഴാറില്ലേ? വെള്ളം വീഴാറില്ലേ? ഉണ്ടോ? ഉണ്ട് അല്ലെ. നമ്മുടെ വീടുകളില് ലബോറട്ടറീസിലാണെങ്കിലോ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് മുതലായ കാര്യങ്ങള് അല്ലെ, അതുപോലെ ലാബിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ് മുതലായ കാര്യങ്ങളൊക്കെ സ്പിൽഡ് ആവാറില്ലേ, ലീക്കായി പോവാറില്ലേ? പോവാറില്ലേ? അതൊക്കെ സ്പില്ലേജ് വേസ്റ്റിൽ വരുന്നതാണ് കേട്ടോ.
അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പറയാം കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കണ്ടെത്താൻ പറ്റുന്നത് ഹോസ്പിറ്റലിൽ കണ്ടെത്താം. ഗ്യാസ് ലീക്കേജും വരും കേട്ടോ, ഗ്യാസ് വരും കേട്ടോ. അതുപോലെ റേഡിയേഷനുമായി ബന്ധപ്പെട്ട നമ്മൾ ഓരോ ടൈപ്പ് നിങ്ങൾ പഠിക്കുമ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ എല്ലാം കൂടി പറയാത്തത് മീൻസ് ഇപ്പൊ നമുക്കിപ്പോ കെമിക്കൽ എക്സ്പോഷർ, കെമിക്കൽസ് ആവാം, അല്ലെങ്കിൽ റേഡിയേഷൻസ് ആവാം. അപ്പൊ അതാണ് ഉപകരണങ്ങളും പ്രവർത്തിക്കുമ്പോൾ റേഡിയേഷൻസ് ഉപകരണങ്ങളിൽ തകരാറ് വന്നാൽ അവരുടെ റേഡിയേഷൻസ് പുറത്തേക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ ലീക്കാവില്ലേ, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ബോഡി ഫ്ലൂയിഡ്സ് വരാം. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് ഷാർപ്പ് ഒബ്ജക്ട്സ് ഇപ്പൊ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ പൊട്ടിപ്പോയതോ ആയിട്ടുള്ള ഷാർപ്പ് ഒബ്ജക്റ്റുകളിൽ നിന്ന്, അതൊക്കെ വേസ്റ്റിൽ വരുന്നതല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഇപ്പൊ നീഡിൽസ് കാര്യങ്ങളൊക്കെ ഒരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു ബോക്സിൽ ഇരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പൊട്ടിയോ കാര്യങ്ങളോ പോന്നു കഴിഞ്ഞാൽ അത് ശരിക്കും പുറത്തേക്ക് വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അപകടങ്ങൾ വരാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഷാർപ്പ് ഒബ്ജക്ട്സ് ഒക്കെ ഈ ഒരു ശരിക്കും സ്പില്ലേജ് വേസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മളത് ഓരോന്നും വരുന്ന വഴി പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മിസ് ഇന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കി സ്പില്ലേജ് വേസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാ? സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? എനി ഐറ്റം ഓർ മെറ്റീരിയൽ that has spilled or leaked from its designed container or place is referred to as spillage waste. Spillage waste എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ്, ഒരു നിയുക്തമായ ഒരു കണ്ടെയ്നറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നോ ലീക്ക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സ്പിൽഡ് ആയിട്ടുള്ള അല്ലെ എന്താണ് ഒഴുകിയതോ അല്ലെങ്കിൽ ചോർന്നതോ ആയിട്ടുള്ള ഒരു ഐറ്റം, ഒരു ഇനം അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനെയാണ് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഹോസ്പിറ്റൽസ്, ലബോറട്ടറികള്, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റി, വീട് അല്ലെ നമ്മുടെ ഹോം മുതലായ കുറച്ച് ഇടങ്ങളിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നത്. സ്പില്ലേജ് വേസ്റ്റ് എന്നാണ് കേട്ടോ അവിടെ. Spillage waste in hospital may consist of blood, body fluids, chemicals and other potentially dangerous substances. അപ്പോ സ്പില്ലേജ് വേസ്റ്റ്, ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റുകൾ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ബ്ലഡ് വരുന്നുണ്ട്, ബോഡി ഫ്ലൂയിഡ്സ് വരുന്നുണ്ട്, കെമിക്കൽസ് വരുന്നുണ്ട്, ഓർ അതർ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റൻസ്, വളരെ അപകട സാധ്യതയുള്ള മറ്റ് സാധനങ്ങൾ. ഇതെല്ലാം ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. Then genuine management of leakage waste is important to protect the health and protection of people and the environment. ഇങ്ങനെയുള്ള വേസ്റ്റേജസ് വരുമ്പോൾ അത് കൃത്യമായ രീതിയിൽ, യഥാർത്ഥമായ രീതിയിൽ അത് കൃത്യമായി ഇങ്ങനെയുള്ള ലീക്കേജ് വേസ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് അത് മാനേജ് ചെയ്യും അല്ലെ. അങ്ങനെ മാനേജ് ചെയ്താൽ മാത്രം ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു പ്രൊട്ടക്ട് ദ ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ. ഹോസ്പിറ്റലിൽ വരുന്ന ആളുകളുടെയും അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെയും ഇങ്ങനെയുള്ള എല്ലാ ആളുകളുടെയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട അന്തരീക്ഷം, എൻവയോൺമെന്റ്, അവിടുത്തെ ആ ഒരു ചുറ്റുപാടിലേക്ക് പ്രൊട്ടക്ട് ചെയ്യണം. അവിടുത്തെ ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കണം, ആ ആരോഗ്യത്തെ പ്രൊട്ടക്ട് ചെയ്യണം. അതുകൂടാതെ എൻവയോൺമെന്റ് അവര് കൈകാര്യം ചെയ്യുന്ന ഒരു ചുറ്റുപാടും യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ഈ പറയുന്ന ലീക്കേജ് വേസ്റ്റുകള് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻ ഹോസ്പിറ്റൽ the leakage waste can pose a risk of infection to healthcare workers and patients as well as the prospects for the spread of disease. ഇനി എന്താ? ഇൻ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെയുള്ള ലീക്കേജ് വേസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ can cause a risk of infections. ഒത്തിരി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ. ഇപ്പൊ ഒരു ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ലീക്ക് ആയിട്ട് കഴിഞ്ഞാൽ അതിലൂടെ ഒത്തിരി ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയില്ലേ? ഉണ്ടോ? ഒത്തിരി ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയില്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനുള്ള അപകട സാധ്യത വളരെ കൂടുതലാണ് അല്ലെ. ആൻഡ് ടു ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് പേഷ്യൻസ്, ആർക്കൊക്കെയാണ്? അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ആരോഗ്യ സംരക്ഷണം പരിപാലിക്കുന്ന ജീവനക്കാർക്കും അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസിനും ഈ അപകട സാധ്യത, ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു അപകട സാധ്യതയുണ്ട്. ആസ് വെൽ ആസ് ദ പ്രോസ്പെക്ട്സ് ഫോർ ദ സ്പ്രെഡ് ഓഫ് ഡിസീസ്. ഇനി എന്താ? അവിടെ സ്പ്രെഡ് ചെയ്യാൻ, ഡിസീസുകൾ സ്പ്രെഡ് ചെയ്യാൻ ആയിട്ടുള്ളൊരു കാരണമാവുകയും കൂടി ചെയ്യുന്നുണ്ട് ഇൻഫെക്ഷൻ. അപ്പൊ ഒരു വ്യക്തിക്ക് വരിക മാത്രമല്ല, അവിടെ ഈ ഒരു രോഗം സ്പ്രെഡ് ആവാനായിട്ടുള്ളൊരു കാരണവും കൂടി ആകുന്നുണ്ട് ഈ ഒരു എന്താണ് ലീക്കേജ് വേസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലെ. രണ്ട് പോയിന്റ്സ് ആണ് നമ്മൾ അവിടെ പറഞ്ഞത്. ജെന്യുവിൻ മാനേജ്മെന്റ് ഓഫ് ലീക്കേജ് വേസ്റ്റ്,
ഇങ്ങനെയുള്ള ലീക്കേജ് വേസ്റ്റ് അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റുകള് കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനു വേണ്ടിയാ അവിടെയുള്ള ആളുകളുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ, ആരോഗ്യം സംരക്ഷിക്കാനും എൻവയോൺമെന്റ് നല്ല വൃത്തിയായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഈ പറയുന്ന ലീക്കേജ് വേസ്റ്റുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള ലീക്കേജ് വേസ്റ്റുകൾ കാരണം അവിടെ ഇൻഫെക്ഷൻസ് ആർക്കൊക്കെയാ, അവിടെയുള്ള ഹെൽത്ത് വർക്കേഴ്സിനും പേഷ്യൻസിനും റിസ്ക് ഓഫ് ഇൻഫെക്ഷൻസ് ആണ്. ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ആസ് വെൽ ആസ് ദ പ്രോസ്പെക്ട് ഫോർ ദ സ്പ്രെഡ് ഓഫ് ഡിസീസ്, രോഗങ്ങള് പകരാനുള്ള ഒരു കാരണമായി കൂടി ഇത് മാറുന്നുണ്ട്. Then besides, dangerous leakage waste can threaten the environment if not managed in a proper manner. ഇനി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള ഇങ്ങനെയുള്ള ലീക്കേജ് വേസ്റ്റുകളാണ് വരുന്നതെങ്കിൽ അത് threaten the environment, എൻവയോൺമെന്റിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇഫ് നോട്ട് മാനേജ്ഡ് ഇൻ പ്രോപ്പർ മാനർ, ശരിയായ രീതിയിൽ അത് മാനേജ് ചെയ്തില്ല എങ്കിൽ അത് നമ്മുടെ എൻവയോൺമെന്റിലെ അന്തരീക്ഷത്തിനെ വരെയും വളരെ ദോഷകരമായ രീതിയിൽ ബാധിച്ചേക്കാം. To successfully manage leakage waste in hospital, it is necessary to have a leakage response plan in place and provide appropriate equipment for leakage response, train staff on leakage response procedures, use apt containment materials, and properly discard the waste in accordance with local regulations and hospital policies. ഇനി എന്താ പറയുന്നേ? To successfully manage leakage waste in hospital, ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള ലീക്കേജ് വേസ്റ്റുകൾ കൃത്യമായിട്ട് ഒരു വിജയകരമായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ. ഇതെങ്ങനെ ഇങ്ങനെ ലീക്കേജ് വന്നാൽ അത് എങ്ങനെ നമ്മൾ പ്രതികരിക്കണം, അല്ലെങ്കിൽ അതിന് എന്ത് നടപടി നമ്മൾ സ്വീകരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഒരു പ്ലാൻ ആസൂത്രണം ചെയ്യണം. അല്ലെ? ആ പ്ലാൻ ആസൂത്രണം ചെയ്താൽ മാത്രം പോരാ, അത് എങ്ങനെ ഓരോ സ്ഥലത്തും നടപ്പിലാക്കണം, അതിനുവേണ്ടി ഏതൊക്കെ ഉപകരണങ്ങൾ, പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് എക്യുപ്മെന്റ്സ്, ആവശ്യമായ ഉചിതമായ ഉപകരണങ്ങൾ ഏതൊക്കെ എടുക്കണം. അപ്പൊ ആ ഒരു സ്പില്ലേജ് വേസ്റ്റ് വന്നാൽ അതിന് ഉടനടി അവിടുന്ന് റിമൂവ് ചെയ്യണം, അതിനനുസരിച്ച് രീതിയിൽ അത് നിർമ്മാർജ്ജനം ചെയ്യണം. അതൊക്കെ അതിനുവേണ്ടി ഒരു ലീക്കേജ് പ്ലാനുകൾ, അവർ ആസൂത്രണം ചെയ്ത പ്ലാനുകൾ സെറ്റ് ചെയ്യുകയും അത് കൃത്യമായിട്ട് ഉചിതമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നല്ല അവിടുത്തെ ജീവനക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ കൊടുക്കുന്നതിലൂടെയും എന്താ യൂസ് ആപ്റ്റ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്, ഉചിതമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിലൂടെയും ആൻഡ് പ്രോപ്പർലി ഡിസ്കാർഡ് ദ വേസ്റ്റ്, ഇനി വരുന്ന വേസ്റ്റുകൾ കൃത്യമായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുകയും വിത്ത് ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസി. എങ്ങനെയാ? ആ ഹോസ്പിറ്റലിന്റെ പോളിസികൾ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ശരിയായ രീതിയിൽ ഈ പറയുന്ന വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യുകയും വേണം. ഇതാണ് ശരിക്കും ഒരു സക്സസ്ഫുള്ളി മാനേജ്ഡ് ലീക്കേജ് വേസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ. ഒരു വിജയകരമായിട്ട് ഈ പറയുന്ന സ്പില്ലേജ് വേസ്റ്റുകൾ അല്ലെങ്കിൽ ലീക്കേജ് വേസ്റ്റുകൾ നമ്മൾ മാനേജ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ലീക്കേജ് പ്ലാൻ തയ്യാറാക്കണം. അത് കൃത്യമായിട്ട് അതെങ്ങനെയാണ് അവിടെ നടപ്പിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു സ്പില്ലേജ് വേസ്റ്റ് വന്നാൽ അതെങ്ങനെ കൃത്യമായിട്ട് അവിടെ നിന്ന് മാറ്റി ആ വേസ്റ്റ് നമുക്ക് അവിടെ നിന്ന് എങ്ങനെ റിമൂവ് ചെയ്യാം, അതിനുവേണ്ടി ഉചിതമായ ഉപകരണങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ അവിടെയുള്ള ജീവനക്കാർക്ക് കൃത്യമായ ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ നൽകുക, ഉചിതമായ മെറ്റീരിയൽസ് ഉപയോഗിക്കുക. അതിലൂടെയൊക്കെ ഈ പറയുന്ന എന്ത് ചെയ്യണം, സ്പില്ലേജ് വേസ്റ്റുകൾ അല്ലെങ്കിൽ ലീക്കേജ് വേസ്റ്റുകൾ കൃത്യമായ രീതിയിൽ ആ ഹോസ്പിറ്റൽ പോളിസിക്ക് അനുസരിച്ചും ലോക്കൽ ആയിട്ടുള്ള നിയന്ത്രണങ്ങൾക്കനുസരിച്ചും അതെന്ത് ചെയ്യണം, വേസ്റ്റുകൾ ഡിസ്കാർഡ് ചെയ്യണം അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുകയും വേണം. അതിലൂടെയാണ് ഒരു സക്സസ്ഫുള്ളി മാനേജ് ലീക്കേജ് വേസ്റ്റ് നമുക്ക് ഹോസ്പിറ്റലിൽ വിജയകരമായിട്ട് ഈ ലീക്കേജ് വേസ്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. വേഗം ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ.
കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ആണോ? ആദ്യത്തെ ഭാഗം ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം മിസ് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരാൻ പോകുന്നത് റിസ്ക്സ് ആൻഡ് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട റിസ്ക് ആൻഡ് ഹസാർഡ്സ്, എന്തൊക്കെ അപകട സാധ്യതകളാണ്, എന്തൊക്കെ അപകടങ്ങളാണ് നമുക്ക് ഉണ്ടാവാൻ സാധിക്കും പോകുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. Here are some of the risks and hazards associated with the spillage waste. സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട അപകടങ്ങളും അപകട സാധ്യതകളും എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ? സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ലേ? പ്രധാനമായിട്ടും ഇൻഫെക്ഷൻസ് വരുന്നത് എന്തിലൂടെയാണ്? എന്തിലൂടെയാ? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിലൂടെ അല്ലെ? അതിന്റെ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അല്ലെ, നോക്കി ഇൻഫെക്ഷൻ, ദ ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ക്യാൻ സ്പ്രെഡ് ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് such as HIV, hepatitis B and C and other blood-borne pathogens. അപ്പോ blood-borne pathogens എന്താ? ബ്ലഡിലൂടെ, രക്തത്തിലൂടെ പകരുന്ന രോഗാണുക്കള്. അതായത് അതില് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി വരാം, എന്താണ് HIV വരാം. ഇതുപോലെയുള്ള ബ്ലഡിലൂടെ പകരുന്ന രീതിയിലുള്ള അല്ലെ, അങ്ങനെ ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള പകർച്ചവ്യാധികൾ, രക്തത്തിലൂടെ പകരുന്ന പകർച്ചവ്യാധികളിലൂടെയുള്ള ലീക്കേജുകൾ വരുമ്പോ സ്വാഭാവികമായിട്ടും ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിന്റെ ലീക്കേജ് വരുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ? എങ്ങനെയാണ്? രക്തത്തിലൂടെ പകരുന്ന രോഗാണുക്കള്. അതിൽ എന്തൊക്കെ വരാം? ട്രാൻസ്മിറ്റബിൾ ഡിസീസ്, അതിലൂടെയുള്ള പകർച്ചവ്യാധികളായിട്ടുള്ള HIV, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി മുതലായിട്ടുള്ള ഇൻഫെക്ഷൻസ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ലീക്ക് ആവുന്ന സമയത്ത് അവിടെയുള്ള പേഷ്യൻസിനും ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. The healthcare staff and patients who engage with polluted items are at risk of getting sick. എന്താ ഈ പറയുന്ന ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ്സ് ലീക്ക് ആയിട്ടുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള മലിനമായ ഐറ്റംസ് കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിനും ഈ പറയുന്ന ഗെറ്റിംഗ് സിക്ക്, അസുഖങ്ങൾ വരാനുള്ള ഒരു അപകട സാധ്യത കൂടുതലാണ്. അപ്പൊ ഇൻഫെക്ഷൻസിൽ പ്രധാനമായിട്ടും നിങ്ങളിലേക്ക് വരേണ്ടത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിലൂടെയുള്ള ലീക്കേജുകളിലൂടെ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ലീക്ക്ഡ് ആവുന്നതിലൂടെ അവിടെ രക്തത്തിലൂടെ പകരുന്ന രോഗാണുക്കൾ വഴി വരുന്ന ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസുകൾ, പകർച്ചവ്യാധികളായിട്ടുള്ള HIV, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി മുതലായിട്ടുള്ള പകർച്ചവ്യാധികളൊക്കെ ഈ പറയുന്ന അവിടെയുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കാണെങ്കിലും പേഷ്യൻസിനും വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇവര് അതുമായിട്ട് എപ്പോഴും സമ്പർക്കത്തിൽ വരുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യൻസിന് വരാം, അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും വരാം. അവരത് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെപ്പോഴും ഒരു അസുഖം വരാനായിട്ട് ഒരു അപകട സാധ്യതയിലാണ് നിൽക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ഇൻഫെക്ഷൻ ഓക്കെ ആണോ? ഇൻഫെക്ഷൻ ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതാണ് കെമിക്കൽ എക്സ്പോഷർ. കെമിക്കൽ എക്സ്പോഷറിന്റെ പേരിൽ നിന്ന് തന്നെ അറിയാലോ അല്ലെ? കെമിക്കൽസ്, ലീക്കേജ് ഓഫ് കെമിക്കൽസ് ക്യാൻ എക്സ്പോസ് health care staff and patients to toxic substances which can lead to skin irritation, respiratory problems or other health issues. എന്താണ് ലീക്കേജ് ഓഫ് കെമിക്കൽസ് അല്ലെങ്കിൽ നമ്മുടെ രാസവസ്തുക്കളുടെ ചോർച്ച അല്ലെ? that can exposed, അങ്ങനെ ഒരു ലീക്കേജ് കെമിക്കൽസ് അല്ലെങ്കിൽ രാസവസ്തുക്കളുടെ ചോർച്ച സംഭവിച്ചു ചെയ്യുമ്പോൾ can expose health care staff and patients to toxic substances. അവിടെയുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫുകളും പേഷ്യൻസും വിഷപദാർത്ഥങ്ങളിലേക്ക് ഒരു എക്സ്പോസ്ഡ് ആവണം, വിധേയരാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കെമിക്കൽസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടോക്സിക് സബ്സ്റ്റൻസിന് ഈ പേഷ്യൻസും ഹെൽത്ത് കെയർ സ്റ്റാഫുകളും വിധേയമാവുമ്പോൾ അവർക്ക് ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാവും. ചില ആളുകൾക്ക് എന്താണ് സ്കിൻ ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ അലർജി പോലെയുള്ള കാര്യങ്ങൾ വരും അല്ലെ?
ചിലർക്ക് കെമിക്കൽസ് കാര്യങ്ങളുമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ അലർജി മുതലായ കാര്യങ്ങൾ വരാം. അല്ലെങ്കിലോ റെസ്പിറേറ്ററി പ്രോബ്ലം ഉണ്ടാകും, ശ്വസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെ. അതെ, ഇൻഹലേഷൻ വഴി ത്രൂ ഇൻഹലേഷൻ വഴി റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാവാം. ഓർ അതർ ഹെൽത്ത് റിലേഷൻ ഇഷ്യൂസ്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന അവിടുത്തെ ജീവനക്കാർക്കും പേഷ്യൻസിനും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കെമിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത് ലീക്കേജ് ഓഫ് കെമിക്കൽസ് അല്ലെങ്കിൽ നമ്മുടെ രാസവസ്തുക്കളുടെ ചോർച്ചയിൽ നിന്നാണ്. അപ്പൊ അവിടെ പേഷ്യൻസ് ഇങ്ങനെയുള്ള വിഷപദാർത്ഥങ്ങളുമായിട്ട് പേഷ്യൻസും ഹെൽത്ത് കെയർ സ്റ്റാഫുകളും വിധേയമാവുന്നത് കൊണ്ട് തന്നെ ചില ആളുകൾക്ക് ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻ ആയിരിക്കും. അത് ഓരോ പേഷ്യൻസ് ഓരോ ആളുകളുടെയും കണ്ടീഷൻ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും കേട്ടോ. ചിലർക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ആയിരിക്കും ഉണ്ടാവുക, ചിലർക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റ് ആരോഗ്യപരമായ രോഗങ്ങളോ അല്ലെങ്കിൽ അസുഖങ്ങളോ വരാനായിട്ട് സാധ്യതയുണ്ട്. കെമിക്കൽ എക്സ്പോഷർ ഒന്ന് വായിച്ചു നോക്കുക. കെമിക്കൽ എക്സ്പോഷർ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്തൊരെണ്ണോടി പറയാം നമുക്ക്. തേർഡ് വൺ ആണ് ഇഞ്ചുറി, പരിക്കുകൾ. ഓക്കെ, ലീക്കേജ് ഓഫ് ഷാർപ്സ് ക്യാൻ എൻഡേഞ്ചർ ബോത്ത് ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ്. അതായത് മൂർച്ചയുള്ള വേസ്റ്റസ് മൂർച്ചയുള്ള സാധനങ്ങളുടെ ലീക്കേജ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ദാറ്റ് എൻഡേഞ്ചർ ബോത്ത് ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ്. ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും അല്ലെങ്കിൽ പേഷ്യൻസിനും അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഷാർപ്പായിട്ടുള്ള ഉപകരണങ്ങൾ, ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് കാര്യങ്ങളാവുമ്പോൾ അല്ലെ, അപ്പൊ അവിടെ ഉള്ള ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും അതെ വോൺസ് വരാം അല്ലെ. ഇൻക്രീസിംഗ് ദ റിസ്ക് ഓഫ് പങ്ക്ചർ വൗണ്ട്സ്, അത് തുടങ്ങി കയറി മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് ബ്ലഡ് ബോൺ പാത്തോജൻസ്, അങ്ങനെ മുറിവുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും രക്തത്തിലൂടെ പകരുന്ന രോഗാണുക്കളുടെ സാധ്യത വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ഉണ്ടോ? പല മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാല് അതിലൂടെ ഇൻഫെക്ഷൻസ് കയറാലോ അല്ലെ. ബ്ലഡ് ബോൺ പാത്തോജൻസ്, പോസിബിലി ഓഫ് ബ്ലഡ് ബോൺ പാത്തോജൻസ്, അതിലൂടെ രക്തത്തിലൂടെ പകരുന്ന രോഗാണുക്കളുടെ സാധ്യതയും അവരിൽ വർദ്ധിക്കുന്നുണ്ട്. അപ്പോ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ലീക്കേജ് ഓഫ് ഷാർപ്പ് ആണ്. ഇപ്പൊ മൂർച്ചയുള്ളതായിട്ടുള്ള സാധനങ്ങളായിട്ടാണ് ലീക്കാണ് വരുന്നതെങ്കിൽ അതുവഴി ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇൻക്രീസിംഗ് ദ റിസ്ക് ഓഫ് പങ്ക്ചർ വൗണ്ട്സ്, ഈ പറയുന്ന ഷാർപ്പ് സാധനങ്ങൾ തുളഞ്ഞു കയറി മുറിവുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ രക്തത്തിലൂടെ പകരുന്നതായിട്ടുള്ള രോഗാണുക്കളുടെ സാധ്യതയും വർദ്ധിക്കുന്നു. ഇഞ്ചുറി ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഒരെണ്ണോടി പറയാമല്ലോ നമുക്ക്. ലാസ്റ്റ് ഒരെണ്ണോടി ഫോർത്ത് വണ്ണം കൂടി പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. റേഡിയേഷൻ എക്സ്പോഷർ. എന്താണ് റേഡിയേഷൻ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചല്ലേ. റേഡിയേഷൻ എക്സ്പോഷറുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാലോ ഒക്കെ ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന്റെ ലീക്കേജുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലീക്കേജ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ക്യാൻ എക്സ്പോസ് healthcare workers and patients to ionizing radiation which can cause radiation illness. അപ്പൊ അങ്ങനെ ഒരു റേഡിയേഷൻ എക്സ്പോസ്ഡ് ആവാണ് അവിടുത്തെ ജീവനക്കാരും പേഷ്യൻസും ഇങ്ങനെയുള്ള അയനൈസിംഗ് റേഡിയേഷനുമായി ബന്ധപ്പെട്ട ഒരു ലീക്കേജ് വരുമ്പോൾ അതിന് വിധേയരാവുകയാണെങ്കിൽ അവർക്ക് റേഡിയേഷനുമായി ബന്ധപ്പെട്ട പല അസുഖങ്ങൾ വരാൻ സാധ്യതയില്ലേ? ഇല്ലേ? ക്യാൻസേഴ്സ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. or other health issues അല്ലെങ്കിൽ മറ്റ് ആരോഗ്യപരമായിട്ടുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. ഒരു റേഡിയേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം? എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരാൻ സാധ്യതയുള്ളത്?
ക്യാൻസർ വരാം. പിന്നെ റേഡിയേഷൻ എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ടോ? ആ ചാപ്റ്ററിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചിരുന്നോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാത്തത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചോ? പഠിച്ചില്ലേ? ആരും പഠിച്ചിട്ടില്ലേ? ഇത്രയും പേരുണ്ടായിട്ട് എടുത്തതല്ലേ ചാപ്റ്റർ? ആണോ? അതെ. അപ്പൊ അവിടെ എന്തൊക്കെയാണ് റേഡിയേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് പഠിച്ചത്? അതല്ലേ മിസ് ചോദിക്കുന്നത്. എന്താണെന്ന് പറയാത്തെ? മറന്നുപോയോ? ചിലർക്ക് ഹെഡ് ഏക്സ് വരാം, വോമിറ്റിംഗ് വരാം, പിന്നെ ഷിവറിങ് വരാം, അല്ലെ? പിന്നെ എന്തൊക്കെ വരാം? ഡിസ്നെസ് വരാം. റെഡ്നെസ്, ചിലപ്പോ വല്ല ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ആവാൻ വരുന്നത്. നോസിയ വരാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഏതൊരു ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസും ഇങ്ങനെയുള്ള റേഡിയേഷൻസ് വഴി ഹെയർ ലോസ് വരാം, അതെ, ക്യാൻസേഴ്സ് വരാം. അതൊക്കെ കുറച്ചും കൂടി ക്രോണിക് ആയിട്ടുള്ളതിൽ വരുന്നതാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന റേഡിയേഷൻസ് എത്തുന്ന ഒരു പേഷ്യന്റിനോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് വർക്കേഴ്സിനോ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ശരിക്കും ഇവിടെ പറയുന്നത്. ഇവിടെ ലീക്കേജ് ഓഫ് റേഡിയോ ലോക്കലൈസ്ഡ് പീരിയഡ് അറ്റ് മോമെന്റ്. ശരിയാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെയുള്ള എല്ലാ പരാമീറ്ററും അപ്പൊ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അതിനോടൊന്ന് കണക്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും കാര്യം ഇപ്പൊ ഒന്നും കൂടി ഓർമ്മ വന്നില്ലേ അല്ലേ? അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഫെമിലിയർ ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മറന്നു പോവില്ല അങ്ങനെ കണക്ട് ചെയ്തൊക്കെ വെക്കുമ്പോൾ. അപ്പൊ ഇവിടെ റേഡിയേഷൻ എക്സ്പോസ്ഡ് ആവാണ്. അവിടെ എന്തെങ്കിലും ഉപകരണങ്ങൾക്ക് തകരാറോ കാര്യങ്ങളോ ലീക്കേജ് ഒക്കെ വരുമ്പോഴാണ് ഈ പറയുന്ന റേഡിയേഷൻ എക്സ്പോസ്ഡ് ആവുന്നത്. അപ്പൊ ആ സമയത്ത് അവിടെയുള്ള പേഷ്യൻസിനും ഹെൽത്ത് കെയർ വർക്കേഴ്സിനും ഇതേപോലെ ഈ റേഡിയേഷനുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്ന അല്ലെങ്കിൽ വിധേയമാവുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസും ഇവർക്കും ഫേസ് ചെയ്യേണ്ടി വരാം. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. മറ്റുള്ളത് നമ്മളൊന്ന് കണക്ട് ചെയ്തൊക്കെ പഠിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇവർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ? 4 പോയിന്റ്സും ഓക്കെ ആണോ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.